ഇത് പാലക്കാടിന്റെ സൗന്ദര്യം പകുത്തെടുത്ത കുലുക്കൂർ ഗ്രാമം. ചുറ്റിലും വേലിക്കെട്ടുകൾ പോലെ തല ഉയർത്തി നിൽക്കുന്ന മലനിരകൾ, പ്രശാന്തവും പ്രകൃതിരമണീയവുമായ താഴ്വാരം. ഇവിടം കുറ്റിച്ചെടികൾ നിറഞ്ഞ വരണ്ട പ്രദേശമാണ്. 7 ഏക്കർ സ്ഥലം സ്വന്തമായുള്ള ശ്രീ അരുൾ പ്രകാശ് കൃഷി എന്ന തന്റെ ജീവിത സ്വപ്നത്തിന് ചിറകുകൾ നൽകിയിരിക്കുന്നത് ഇവിടെയാണ്. കോയമ്പത്തൂർ മേഖലയിൽ CCTV ക്യാമറകളുടെയും അനുബന്ധ ഉപകരണങ്ങളുടെയും ബിസിനസ് നല്ല രീതിയിൽ നടത്തിവരുന്ന അരുൾ തന്റെ കുടുംബ പാരമ്പര്യം നിലനിർത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് കൃഷിരംഗത്തേക്ക് ഇറങ്ങിയതെങ്കിലും പതിയെ പതിയെ മണ്ണിന്റെ തുടുപ്പുകൾ അദ്ദേഹത്തിന്റെ മനസ്സിന്റെയും സ്പന്ദനങ്ങളായി മാറുകയായിരുന്നു. 6 ലക്ഷത്തോളം രൂപ ചെലവിട്ട് ട്രാക്ടറുകളും ബുൾഡോസറുകളും വാങ്ങിയാണ് കൃഷിനിലങ്ങൾ ഒരുക്കിയത്. മണ്ണിൽ ഈർപ്പം നിലനിർത്തുന്നതിന് ജലസംഭരണികളും മണ്ണൊലിപ്പ് തടയുന്നതിന് കണിക ജലസേചനവും നടപ്പിൽ വരുത്തി. ജലം സംഭരിച്ചു നിർത്തുന്നതിലേക്കായി ടാർപോളിൻ ഉപയോഗിച്ചുള്ള കുളം നിർമ്മിക്കുകയാണ് ചെയ്തത്. മലമറക്കിലുള്ള അദ്ദേഹത്തിന്റെ 20 സെന്റ് സ്ഥലത്ത് മഴവെള്ളം തടഞ്ഞു നിർത്തി റീചാർജ് ചെയ്ത് വെള്ളം ഒലിച്ചു പോകാതെ ഭൂമിയിലേക്കിറക്കുന്ന രീതിയാണ് അവലംബിച്ചിരിക്കുന്നത്. ഷോളയൂർ കൃഷിഭവനുമായുള്ള ബന്ധം കൃഷി സംരംഭകനെന്ന നിലയിൽ അരുൾ പ്രകാശിന് ഏറെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നിർലോഭം ലഭിക്കാൻ വഴിയൊരുക്കി. കാർഷിക രംഗത്തെ അറിവുകൾക്കൊപ്പം കാലാവസ്ഥാ വ്യതിയാനം, ഹൈടെക് കൃഷിരീതികളെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ ഗുണം ചെയ്തു. കൃഷിമേഖലയിൽ വലിയൊരു നിക്ഷേപത്തിനായി കാത്തുനിൽക്കുന്ന അരുൾ പ്രകാശിന് ഉണർവും ഊർജവും പകരാൻ നിരവധി സുഹൃത്തുക്കളും കൈകൾ കോർക്കുന്നു. ഇതാണ് നമ്മുടെ അരുൾ പ്രകാശ് നഴ്സറി. അട്ടപ്പാടിയിലെ പച്ചക്കറി കൃഷിക്കാർ തമിഴ്നാട്ടിലെ സ്വകാര്യ നഴ്സറികളിൽ നിന്നാണ് തൈകൾ വാങ്ങി ഉപയോഗിച്ചിരുന്നത്. അത്തരത്തിലുള്ള തൈ ഒന്നിന് 1 രൂപ എന്ന കണക്കിന് ചെലവ് വരും എന്നുള്ളതിനാൽ അരുൾ പ്രകാശ് തനിക്ക് ആവശ്യമുള്ള തൈകൾ സ്വന്തമായി നട്ടുവളർത്തുന്നതിനെക്കുറിച്ച് ആലോചിച്ചു. അതിനുവേണ്ടി അദ്ദേഹം ഗ്രീൻ നെറ്റ് ഉപയോഗിച്ചുള്ള നഴ്സറി ഷെഡുകൾ സ്ഥാപിച്ചു. അതുവഴി ഉൽപ്പാദിപ്പിച്ച 20,000-ഓളം തക്കാളി തൈകൾ കാണാനിടയായ ഇതര കർഷകർ മറ്റ് പച്ചക്കറി തൈകൾ കൂടി ഉൽപ്പാദിപ്പിക്കുന്നതിനായി അരുളിനെ സ്നേഹപൂർവ്വം നിർബന്ധിച്ചു. കൃഷിക്കാർക്ക് വിതരണം നടത്താനായി വെണ്ട, തക്കാളി, മുളക് എന്നിങ്ങനെ വിവിധതരം തൈകൾ ഈ നഴ്സറിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. കൃഷിക്കാർക്ക് ലാഭകരമായ നിരക്കിൽ 50 പൈസ നിരക്കിൽ കൃഷിയിടത്തിൽ തന്നെ തൈകൾ ഇപ്പോൾ എത്തുന്നുണ്ട്. ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ ഇവിടെ തന്നെ വെച്ചുണ്ടാക്കുന്ന തൈകളായതുകൊണ്ട് നമുക്ക് ഉൽപ്പാദനക്ഷമത ഉറപ്പുവരുത്താൻ കഴിയുന്നു. വരവ് തൈകളേക്കാൾ ഗുണനിലവാരവും ഒപ്പം വിലക്കുറവും മറ്റ് കർഷകർക്ക് ലാഭകരവും ആശ്വാസവുമായി. തുടർന്ന് അരുൾ തന്റെ നഴ്സറിയിൽ മുളക്, വഴുതന, സവാള തുടങ്ങിയ പച്ചക്കറി തൈകളും വളർത്തിയെടുത്തു. നഴ്സറി പ്രവർത്തനത്തിന്റെ വിപുലീകരണത്തിനും വ്യാപനത്തിനും തടസ്സമായി നിൽക്കുന്നത് പ്രധാനമായും തൊഴിലാളിക്ഷാമവും ജലദൗർലഭ്യവുമാണെന്ന യാഥാർത്ഥ്യബോധത്തിൽ നിന്നുകൊണ്ട്
അരുൾ പച്ചക്കറി തൈകളുടെ ഉൽപാദനത്തിന് ചകിരിച്ചോർ മാധ്യമമായുള്ള പോട്ട് ട്രേകൾ ഉപയോഗിച്ചു. തെങ്ങ്, നാരകം, മുസാമ്പിക്, ഓറഞ്ച്, അടയ്ക്ക എന്നിങ്ങനെയുള്ള വിളകളുടെ ഉൽപാദനവും സംരക്ഷണവും ഇത്തരത്തിൽ കാര്യക്ഷമമായി ഇവിടെ നടന്നുവരുന്നു. ചെറുതും വലുതുമായ വിവിധ ഇനത്തിലുള്ള വാഴകളുടെ നീണ്ട നിര അരുൾ പ്രകാശിന്റെ കൃഷിയിടത്തിൽ തലയെടുപ്പോടെ നിൽക്കുന്നു. ഇടകൃഷിയായി തക്കാളി, കത്തിരി, മുളക്, കോളിഫ്ലവർ, സവാള, ബ്രക്കോളി, ബീട്രൂട്ട്, മുള്ളങ്കി തുടങ്ങിയവയുടെ സമൃദ്ധിയും പലതരം മാവിൻ തൈകളും ശാഖകൾ ഉയർത്തി ഹരിതാഭചാരി വിളങ്ങുന്നു. ഗുണമേന്മയും നിലവാരമുള്ളതുമായ നാടൻ വിത്തിനങ്ങളും ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട വിത്തുകളും കൃഷിക്കായി ഉപയോഗിച്ചു വരുന്നു. പച്ചമുളക്, തക്കാളി, തുവരപ്പരിപ്പ്, പാവയ്ക്ക, പയർ, മുരിങ്ങക്ക തുടങ്ങിയവയുടെ വിത്തിനങ്ങൾ ശാസ്ത്രീയമായ രീതിയിൽ തയ്യാറാക്കി ഇവിടെ സൂക്ഷിക്കുന്നുമുണ്ട്. ഷോളയൂർ കൃഷിഭവനിൽ നിന്നും വാങ്ങിയ 70 WCT ഇനത്തിൽപ്പെട്ട തെങ്ങിൻ തൈകളും കോയമ്പത്തൂരിൽ നിന്നുള്ള DJ തെങ്ങിൻ തൈകളും നടിയിൽ വളർത്തലിന്റെ സ്വഭാവവും മുറകളും പ്രത്യേകതകളും കൃത്യമായി ഇവിടെ പാലിക്കുന്നു എന്നതിന് തെളിവരുന്നതുപോലെ കരുത്തും അഴകും പ്രതിഫലിച്ച് വളരുകയാണ്. വെള്ളത്തിന്റെ മൂല്യവും ലഭ്യതയും കണക്കിലെടുത്ത് അരുൾ പ്രകാശ് ഡ്രിപ്പ് ഇറിഗേഷൻ രീതിയിൽ ജലസേചനം ഒരുക്കിയിരിക്കുന്നതിനാൽ എല്ലാ സീസണുകളിലും മണ്ണിലെ ഈർപ്പം നിലനിർത്തിക്കൊണ്ടുതന്നെ ചെടികളുടെ വളർച്ചയെ ക്രമപ്പെടുത്താനും ത്വരിതപ്പെടുത്താനുമാകുന്നു. സ്യൂഡോമോണസ്, അസഫില്ലം, പഞ്ചഗവ്യം തുടങ്ങിയ വളക്കൂട്ടുകൾ തയ്യാറാക്കി ഡ്രിപ്പ് വഴി നൽകുന്ന രീതി ചെലവ് കുറഞ്ഞതും എന്നാൽ ഏറെ സുതാര്യവും വളരെ പ്രയോജനകരവുമായിത്തീരുന്നു. തോട്ടത്തിലെ പാഴ്വസ്തുക്കളെ റീസൈക്കിൾ ചെയ്ത് ജൈവവളമായി ഉപയോഗിക്കുന്ന രീതിയും ഇവിടെ അവലംബിച്ചിരിക്കുന്നത് കാണാൻ കഴിയും. ജൈവ കൃഷി രീതികൾ അവലംബിക്കുന്ന ശ്രീ അരുൾ പ്രകാശിന്റെ മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റ് നമുക്ക് പരിചയപ്പെടാം. കമ്പോസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഒരു മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റ് തുടങ്ങി. ഇതിനായുള്ള നിർദ്ദേശങ്ങളും സഹായവും കൃഷി ഓഫീസ് വഴിയാണ് ലഭിച്ചത്. പറമ്പിലെ എല്ലാത്തരം വേസ്റ്റുകളും ശേഖരിച്ച് പുതുതായി നിർമ്മിച്ച യൂണിറ്റിൽ നിക്ഷേപിച്ച് മണ്ണിരകളെ വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. മണ്ണിരവളം കൃഷിക്ക് ഏറെ അനുയോജ്യമാകുന്നതോടൊപ്പം തോട്ടത്തിലെ വൃത്തിയും വെടിപ്പും അതേപടി നിലനിർത്താനുമാകും. ഇദ്ദേഹം ചെയ്തിരിക്കുന്നത് 3 മീറ്റർ വീതിയിൽ 7 മീറ്റർ നീളത്തിൽ ടാങ്ക് നിർമ്മിച്ചിരിക്കുകയും അതിൻ്റെ അടിഭാഗത്തായിട്ട് ചകിരി അടുക്കുകയും തൊട്ടുമുകളിൽ ചാണകം നിക്ഷേപിക്കുകയും പിന്നെ ചപ്പുകളിടുകയും വാഴയുടെ ചപ്പിടുക, ശരിക്കും ഒരു വെർമി വാഷ് കൂടി ഇതിൻ്റെ അകത്ത് ലഭിക്കുന്നുണ്ട്. അത് ഫോളിയ സ്പ്രേക്ക് ഉപയോഗിക്കാതെ. അപ്പോൾ ആ വെർമി വാഷും വെർമി കമ്പോസ്റ്റും 45 ദിവസത്തിന് ശേഷം ഇത് ഇദ്ദേഹത്തിന് ലഭിക്കുകയും ഇത് ഇദ്ദേഹത്തിന് കൃഷിയെടുത്ത് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഇദ്ദേഹത്തിന് കൃഷി ചെയ്യും. ബാക്കി വരുന്ന വെർമി കമ്പോസ്റ്റ് യൂണിറ്റ്, വെർമി കമ്പോസ്റ്റ് വളം ഇവർ മറ്റ് പൊതുജനങ്ങൾക്കായിട്ട് പാക്കായിട്ട് കൊടുക്കാനാണ് ഇദ്ദേഹത്തിൻ്റെ പദ്ധതി. അട്ടപ്പാടി മേഖലയിലെ കൃഷിയിടങ്ങളുടെ പൊതുശത്രു കാട്ടാനക്കൂട്ടങ്ങളാണ്. കൂടാതെ കാട്ടുപന്നികൾ, മയിലുകൾ, മുയലുകൾ തുടങ്ങിയവയും ഭീഷണി ഉയർത്തി എത്താറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടങ്ങളിൽ കൃഷി ചെയ്യുന്നതിന് പലരും മടിച്ചു നിൽക്കുന്നതും. എന്നാൽ പ്രതികൂല സാഹചര്യങ്ങളിൽ പ്രതിവിധി കണ്ടെത്തി സന്ദർഭം അനുകൂലമാകുമ്പോഴാണ് നേട്ടങ്ങൾ സ്വന്തമാകാനാകുന്നതെന്ന് അരുളിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങൾ മനസ്സിലാക്കി തരും. ഇലഫന്റ് അലാറം എന്ന പേരിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു ഡിജിറ്റൽ യന്ത്രമാണിത്. പറമ്പിന് ചുറ്റും കെട്ടിയിരിക്കുന്ന ഇലക്ട്രിക് വേലികൾക്കൊപ്പമാണ് ഈ യന്ത്രത്തിന്റെ സ്ഥാനം.
ഏതൊരു ജീവിയും യന്ത്രപരിധിയിലെത്തുമ്പോൾ ദീർഘമായി അലാറം മുഴങ്ങുകയും ആ ദിശകളിൽ വെളിച്ചം തെളിയുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഏത് പാതിരാത്രിയിലും ആനകളെയും മറ്റു ക്ഷുദ്രജീവികളെയും തിരിച്ചറിയുന്നതിനും പ്രതിരോധ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിനും കൃഷിക്കാർക്ക് കഴിയുന്നു. താരതമ്യേന വില കുറഞ്ഞ ഈ യന്ത്രം വിപണിയിലെത്തിക്കാനുള്ള ശ്രമവും അരുൾ നടത്തിവരികയാണ്. എൻ്റെ സക്സസ്ഫുള്ളായിട്ട് ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നത് കൃഷിയാണ്. ബിക്കോസ് ഞാൻ ഇവിടെ ജനിച്ചത് മുതലേ എൻ്റെ അച്ഛനമ്മയൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളത് ചെയ്തിട്ടില്ല. ഞാൻ ജനിച്ച സ്ഥലത്തിന് ഏതും ചെയ്തിട്ടില്ല. നമ്മുടെ സ്ഥലങ്ങളൊക്കെ തരിശായിട്ട് സ്ലോപ്പായിട്ട് കിട്ടുന്നത് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ കയറിയതാണ് കൃഷിനെ. എൻ്റെ ഇൻവോൾവ്മെന്റ്, പേഴ്സണൽ ഇൻവോൾവ്മെന്റ്. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ കൃഷി പോകുന്നിട്ട് കുറേ സപ്പോർട്ടുകളൊക്കെ ചെയ്ത് ആ സപ്പോർട്ടിന് തന്നെ ഫുള്ളായിട്ട് നമ്മൾ ഇനി കുറച്ചും കൂടി കൃഷിനെ ആഡ് ചെയ്ത് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഓരോ ഇൻവെൻഷനായിട്ട് ചെയ്യുന്നുണ്ട്. ഈ ഇടയ്ക്ക് തന്നെ എനിക്ക് ഒരു ഇടപാടുണ്ടായി. ആണയും മറ്റും പശുക്കളും നമ്മളെ ഫാമിൽ ഇല്ലാത്ത സമയത്തിന് കയറി എല്ലാം കൂടെ ചവിട്ടി കഴിഞ്ഞു. ലാസ്റ്റ് ഇൻസിഡന്റ് എനിക്ക് ഒരു ആണ കയറിയിട്ട് ഒരു 200-300 വാളയും 10-15 തെങ്ങയും എല്ലാം കൂടെ പോയി. അതിന്റെ ലാസ്റ്റൊക്കെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് കൂടുതൽ ലാസാണ്. പിന്നെ ദിവസം ഇങ്ങനെ നടന്നു കഴിഞ്ഞെങ്കിൽ ഞാൻ കൃഷി ചെയ്യാൻ പാടില്ല, എന്റെ പൈസ മൊത്തം പോകുന്നു വിചാരിച്ചിട്ട് പെട്ടെന്ന് ഇത് എന്ന് ചെയ്യാന്ന് ആലോചിച്ചു. നമ്മൾ ആണേന് ഒരു ബൗണ്ടറി സെൻസാർ ഉണ്ടാക്കാന്ന്. ആദ്യം ഒരു സെൻസാർ ഉണ്ടാക്കി. അത് സക്സസ് ആണ്. പക്ഷെ ആണ ഉള്ളിൽ കയറുമ്പോൾ മാത്രം നമുക്ക് അറിയാൻ പറ്റൂ ഏത് ഭാഗത്ത് കയറുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ഇതിന് എന്ത് ചെയ്യാന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇതിന് വയർലെസ് ആയിട്ട് ഒരു റേഡിയോ ഫ്രീക്വൻസി സെൻസാർ ആയിട്ട് ചെയ്യാന്ന് ആലോചിച്ചിട്ടും പിന്നെ ഫോട്ടോസിൽ സെൻസാർ എല്ലാം ചെയ്തപ്പോൾ എനിക്ക് ഫൈനലായിട്ട് ഒരു സെൻസാർ കിട്ടി. ആ സെൻസാർ നമ്മുടെ ഫാമിന്റെ ഏത് ഏരിയകളെ എലിഫന്റോ മറ്റേ ഏത് അനിമൽസോ ഇല്ല പീപ്പിൾസോ ആര് കയറിയെങ്കിലും നമുക്ക് പെട്ടെന്ന് അലാരം കിട്ടും. ആ ഭാഗത്ത് പെട്ടെന്ന് ലൈറ്റും കത്തിക്കും. സോ ലൈറ്റ് കത്തിക്കുമ്പോൾ അലാറം കിട്ടുമ്പോൾ നമ്മൾ ഉറങ്ങിയിട്ടുന്ന സമയത്ത് നമുക്ക് എണിച്ചു നോക്കാം ഏത് ഭാഗത്ത് ലൈറ്റ് കത്തിക്കുന്നത്. ആ ഭാഗത്ത് നമുക്ക് എല്ലാം കൂടെ ക്ലിയർ ആയിട്ട് കാണാം. ശ്രീ അരുൾ പ്രകാശ് വളരെ വ്യത്യസ്തമായ രീതിയിൽ കൃഷി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിൻ്റെ വിള സംരക്ഷണത്തിന് വേണ്ടി ഇദ്ദേഹം ഫെൻസിങ് സ്ഥാപിച്ചിരുന്നു. പക്ഷേ അത് ആന വന്ന് നശിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ കൃഷി വളരെ നഷ്ടത്തിലാവുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു അവസരത്തിൽ അദ്ദേഹം സ്വയം രൂപകൽപ്പന ചെയ്ത ഒന്നാണ് സെൻസർ യൂണിറ്റ്. ഇതിൻ്റെ അകത്ത് ആന വരുമ്പോൾ തന്നെ ആന എന്നല്ല മറ്റേത് മൃഗങ്ങളോ മനുഷ്യരോ കടന്നു വന്നാൽ തന്നെ കാണത്തക്ക രീതിയിൽ ഒരു സെൻസർ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ സെൻസറുകൾ ഇദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിന് ചുറ്റും കാണാവുന്നതാണ്. അതിൽ സെൻസർ പ്രവർത്തിക്കുമ്പോൾ തന്നെ ഒരു ലൈറ്റ് കത്തിക്കുകയും വളരെയധികം ഉച്ചത്തിൽ ഒരു ശബ്ദം ഉണ്ടാകുകയും ചെയ്യുന്നു. ഇതിൽ ആന പോകുമ്പോഴും അതുപോലെ തന്നെ ആനയെ എതിരിടുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് തയ്യാറാകുന്നുണ്ട്. അപ്പോൾ നമ്മളറിയാതെ തന്നെ ഒരു സമയത്ത് വന്യമൃഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ ഓടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് വളരെ കൃത്യതയോടെയും വ്യക്തമായിട്ടും ആസൂത്രണം ചെയ്തിട്ടുള്ളതാണ് ഈ സെൻസർ യൂണിറ്റ്. ഇത് നമുക്ക് വ്യക്തമായിട്ട് നേരിട്ട് കാണാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള ആനശല്യങ്ങളിൽ ആ പ്രദേശത്തുണ്ടായിട്ട് ആനശല്യങ്ങൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ശല്യം ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇത് ഇവിടെയുള്ള കർഷകർക്ക് മാതൃകയാക്കാവുന്നതും അത് അദ്ദേഹം വളരെ കുറഞ്ഞ ചെലവിൽ മറ്റുള്ള കർഷകരിലേക്ക് എത്തിക്കാൻ സന്നദ്ധനുമാണ്. ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് അധ്യാപികയായിരുന്ന അരുളിന്റെ ഭാര്യ രേഖ തന്റെ ജോലി രാജിവെച്ചതും കാർഷിക രംഗത്തോടുള്ള ആഭിമുഖ്യം കൊണ്ടാണ്. ഭർത്താവിനെ സഹായിക്കാനായി അവർ ഒപ്പം കൂടി. കൃഷികാര്യങ്ങളിൽ അരുളിനോടൊപ്പമുള്ള അറിവുകൾ ഇന്ന് രേഖയും ആർജിച്ചിരിക്കുന്നു. പ്രകൃതിയോട് വളരെയധികം ഇണങ്ങി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ശ്രീ അരുൾ പ്രകാശ് 100 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു മരം വെട്ടി നശിപ്പിക്കാതെ ആവശ്യമായ വെള്ളവും വളവും നൽകി പരിചരിച്ച് നിർത്തിയിരിക്കുന്നത് നമുക്ക് കാണാം. നൂറ് വർഷത്തോളം പഴക്കമുള്ള ഈ മരത്തെ
കൃഷിഭൂമിയിലെ ഏറ്റവും അമൂല്യമായ ഘടകമായി അരുളും കുടുംബവും കാണുന്നു. ബിസിനസ് തിരക്കുകൾക്കിടയിലെ അസ്വസ്ഥതകൾക്ക് അറുതി വരുന്നത് തന്റെ കൃഷിത്തോട്ടത്തിലേക്ക് നടന്നെടുക്കുമ്പോഴാണെന്ന് അരുൾ പറയുന്നു. കൃഷി വെറും ആദായ ഉപാധി മാത്രമല്ല, അതിലും വലിയ ആനന്ദത്തിന്റെ ഉറവിടം കൂടിയാണെന്നും ഭാര്യയും ഏകമകനും ഉൾപ്പെടുന്ന കുടുംബത്തിന്റെ സന്തുഷ്ടിയും സമാധാനവും മറ്റൊന്നുമല്ലെന്നും ഇദ്ദേഹം വിശ്വസിക്കുന്നു. തമിഴ്നാടിന്റെ സാന്നിധ്യം പങ്കുവയ്ക്കുന്ന ഒരു മേഖല കൂടിയാണ് കുലുക്കൂർ. മണ്ണിന്റെ ഗുണവും അന്തരീക്ഷ ഭാവങ്ങളും ജമന്തി കൃഷിക്ക് അനുകൂലമാകുന്നതും അതുകൊണ്ട് തന്നെ. അഴകുടറി സൗരഭ്യം പടർത്തി പുഞ്ചിരി വിരിച്ചു നിൽക്കുന്ന ജമന്തിപ്പാടം കാണുമ്പോൾ തമിഴ് ദേശത്ത് എത്തിച്ചേർന്ന പ്രതീതിയാണ് നമുക്ക് തോന്നുക. അരുൾ ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് 2 ഏക്കർ വരുന്ന തന്റെ ഭൂമിയിൽ ജമന്തി കൃഷി ആരംഭിച്ചത്. പരീക്ഷണം വിജയിച്ചു. ഒപ്പം ജമന്തി കൃഷി ലാഭകരമാണെന്നുള്ള തിരിച്ചറിവും അദ്ദേഹം നേടി. ജമന്തി കൃഷി കേരളത്തിൽ പ്രചരിപ്പിക്കുവാനുള്ള തയ്യാറെടുപ്പിൽ കൂടിയാണ് ഇപ്പോൾ അരുൾ. ഷോലയൂർ കൃഷിഭവന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ചർച്ചാ ക്ലാസുകളിൽ അരുൾ പങ്കെടുക്കുകയും കൃഷികാര്യങ്ങളിലുള്ള തന്റെ പുതു അറിവുകൾ കർഷകർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നു. അറിവുകളും അനുഭവങ്ങളും മറ്റുള്ളവരിലേക്ക് പകരുന്നതോടൊപ്പം തനിക്കറിയാത്ത പുതു അറിവുകൾ കർഷകരിൽ നിന്നും ആർജിക്കാനും അതിലൂടെ കൃഷിക്കാര്യത്തിൽ കൂടുതൽ വൈദഗ്ധ്യം നേടാനാകുമെന്നതുമാണ് അരുളിന്റെ വിലയിരുത്തൽ. ശ്രീ അരുൾ പ്രകാശ് അദ്ദേഹം അട്ടപ്പാടിയിൽ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി വിവിധ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ച് ന്യായമായ വിലയ്ക്ക് കർഷകർക്ക് വിതരണം ചെയ്യുന്നൊരു ചെറുപ്പക്കാരനാണ്. പ്രൊഫഷണൽ രംഗത്തു നിന്നും ഈ കൃഷിയിലേക്ക് സ്വത്തവതിപ്പിക്കാമെന്ന അദ്ദേഹം അഗ്രി അസിസ്റ്റന്റ് ഡയറക്ടറുടെ കീഴിൽ വരുന്ന ഒരു നല്ല മാതൃകാ യുവ കർഷകനാണ്. അതേപോലെ കാട്ടാനകളുടെ ശല്യം ഈ അട്ടപ്പാടിയിൽ വളരെയധികം രൂക്ഷമാണ്. അതിൽ നിന്നും കൃഷി സംരക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ രീതിയിൽ ചെറിയ ചെറിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് ഇവിടുത്തെ കൃഷി വകുപ്പിന്റെ ആത്മാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അതിനുള്ള ധനസഹായം നൽകുന്നുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. അട്ടപ്പാടി മേഖലയിൽ സ്വന്തമായുള്ള 7 ഏക്കർ ഭൂമിയിൽ ഏതാണ്ട് 2800ഓളം നേന്ത്രവാഴകളും 100ഓളം തെങ്ങിൻ തൈകളും 1 ഏക്കറിൽ പച്ചക്കറികളും 50 സെന്റ് സ്ഥലത്ത് പഴവർഗ്ഗങ്ങളും 2 ഏക്കറിൽ പൂക്കൃഷി നടത്തി വിളവെടുപ്പിന്റെ വിജയഗാഥയിലൂടെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഈ യുവസംരംഭകൻ ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് മികച്ചൊരു മാതൃകയാണ്. കർഷകർക്കും സ്വന്തം ആവശ്യങ്ങൾക്കും ഉപയോഗിക്കത്തക്ക രീതിയിൽ ഒരു ടിഷ്യൂ കൾച്ചർ ബനാന ലാബും നവീകരിച്ച പോളി ഹൌസ് ഡെമോ യൂണിറ്റും സ്ഥാപിക്കുന്നതിലേക്കായി സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെ സഹായത്തിനായി കാത്തിരിക്കുകയാണ് മണ്ണിന്റെ മനസ്സു തൊട്ടറിഞ്ഞ ഈ ചെറുപ്പക്കാരൻ.